എപ്പോ ഊരാവേ അല്ല മരണം എന്നാർക്കറിയാൻ ലേശവുമില്ല സമയം. ദൂരാവേ അല്ല മരണം എന്നാർക്കറിയാൻ ലേശവുമില്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നവർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. ഓ കാട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. കട്ടിൽ കിടക്കയിൽ വച്ചോ അയ്യോ സോദര വീട്ടിൽ വസിച്ചിടുമ്പോഴോ. ഓ കാട്ടിൽ മലകളിലോടിൽ തെരുവുകളിലോ കാട്ടിൽ മലകളിലോടിൽ തെരുവുകളിലോ കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. കൂട്ടുകാർ ചേർന്നു വഴി യാത്രകൾ ചെയ്യുമ്പോഴോ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നവർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കു പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കു പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലും. കള്ള കേസിനു പോയി കച്ചേരി തിണ്ണയിലും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായി എന്തു കഷ്ടമേ. വാളിനാൽ വെട്ടുകൊണ്ടിട്ടോ അല്ലാത്തതായ വ്യാധികൾ വന്നു പെട്ടിട്ടോ. വാളിനാൽ വെട്ടുകൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്നു പെട്ടിട്ടോ. പെട്ടെന്നുള്ള മരണം ഹൃദ്രോഗങ്ങളോ. പെട്ടെന്നുള്ള മരണം ഹൃദ്രോഗങ്ങളോ. സർപ്പവിഷമേറ്റിട്ടു വൈദ്യന്റെ വീട്ടിൽ വെച്ചോ. സർപ്പവിഷമേറ്റിട്ടു വൈദ്യന്റെ വീട്ടിൽ വെച്ചോ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. മരണം മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു പ്രക്രിയ. പക്ഷെ ഒരു വാക്ക് യാഥാർത്ഥ്യമാണ്, ജനിച്ചിട്ടുണ്ട് ഒരിക്കൽ മരിക്കും. വിശുദ്ധ ബൈബിളിൽ എബ്രായലേഖനം പൗലോസ് എബ്രായലേഖനം 9:27 വാക്യം ഞാൻ ഉദ്ധരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. എന്നിട്ട് അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകം പാപങ്ങളെ വഹിപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തുകളുടെ രക്ഷയ്ക്കായി പാപം രണ്ടാമത് പ്രത്യക്ഷനാകും. ഈ സന്ധ്യാവേളകളെ കേൾക്കുന്ന പ്രിയ മിത്രമേ, മരണം എപ്പോഴും സംഭവിക്കാം. നിശ്ചയമായും മരണം നിശ്ചയമാണ്. മരണം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പാടില്ലാത്ത അനുഗ്രഹീയമായ വ്യവസ്ഥയാണ്. എന്തുകൊണ്ട് മരണം സംഭവിച്ചു? തിരുവനന്തപുരം വായിക്കുന്നു, ഏകമനുഷ്യ പാപവും മരണവും ലോകത്തിൽ കടന്നു. എല്ലാവരും പാപം ചെയ്യുകയാണ്. മരണം എല്ലാവരും കടന്നിരിക്കുന്നു. ഈ സന്ധ്യാവേളകളെ കേൾക്കുന്ന പ്രിയരെ, അത് മനോഗതാലായിരിക്കാം, അപകടങ്ങളായിരിക്കാം, ഇവിടെ പാടി കടന്നുപോലെ സർവവിഷയമായിരിക്കാം, അല്ല അറ്റാക്ക് വന്നായിരിക്കാം. ഏതായാലും മരിച്ചേ പറ്റുകയുള്ളൂ. ഒരു വാക്ക് ഞങ്ങൾ ചോദിക്കട്ടെ, ഇന്ന് മരിച്ചാൽ നിത്യം എവിടെ ചെലവഴിക്കുമെന്ന്, നിത്യം എവിടെ ആയിരിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടോ?
2 സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. മരണശേഷം മനുഷ്യൻ പോകുന്നു. ഒന്ന്, ധനവാൻ മരിച്ചു, യാതൊരു സ്ഥലത്തേക്ക് പോയി. ലാസർ മരിച്ചു, അബ്രഹാമിന്റെ വഴിയിലേക്ക് പോയി. ഈ 2 സ്ഥാനമല്ല, 3 സ്ഥാനമില്ല. ഭൂമിയിൽ ജീവിക്കുന്ന അന്തരഗാമികൾ കാണിക്കുന്ന ചെയ്യുന്ന ശേഷക്രിയകൾ കൊണ്ടോ സൽക്കർമ്മങ്ങൾ കൊണ്ടോ നരകത്തിൽ പോയൊരു വ്യക്തിയുടെ ആത്മാവിനെ നിത്യനിധി ഒരിക്കലും കഴിയുകയില്ല. ഒരിക്കലും ഓർപ്പിക്കാൻ തിരുവനന്തപുരം വായിക്കുന്നു, അവനവൻ ശരീരത്തിൽ വെച്ച് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കണം എല്ലാവരും ക്രിസ്തു ന്യായാസനവുമാകെ വെളിപ്പെടേണ്ട സമയം വരാൻ പോകുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തന അടിസ്ഥാനത്തിലാണ് നിത്യത ജനം വേർതിരിക്കുന്നത്. ഒന്നേ സ്വർഗം ഇല്ലെങ്കിൽ നരകം. കേൾക്കൂ, ഇവിടെ വായിക്കുന്നു, അങ്ങനെ തന്നെ ക്രിസ്തുവും അങ്ങനെ പാപങ്ങൾ വഹിപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തൊരു രക്ഷയ്ക്കായി പാപം 2ാമത് പ്രത്യക്ഷമാകും. ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായപതിയുണ്ട്. മനുഷ്യ സഹോദര, ഒരു കാര്യം ഓർക്കൂ, നാം ഒരിക്കൽ മരിക്കും. മരണമേ കടന്നു പിടിക്കും. ഇന്ന് നാളെ മരണം കടന്നു പിടിക്കുമ്പോൾ നമ്മുടെ മാനസികമായ അവസ്ഥ എന്തായിരിക്കും ഉറപ്പുപോഴാണ്. അനേക ജീവിതങ്ങൾ മണൽ പുലർന്നത് വിലപിക്കുന്ന കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ഒത്തില്ല, നടന്നില്ല. യേശുവിനെ സ്നേഹിപ്പാൻ ആഗ്രഹമായിരുന്നു, പക്ഷെ ഒത്തില്ല. കുഞ്ഞെ, അല്ല, നിനക്കിപ്പോൾ സത്വർത്തമാന കാലമാണ്. ഇപ്പോഴാ രക്ഷാ ദിവസം, ഇപ്പോഴാ സുപ്രസാദകാലം. യേശുവിനെ കണ്ടെത്തുവാൻ, യേശുവിനെ സ്വീകരിപ്പാൻ ഇപ്പോഴാ രക്ഷാ ദിവസം. വാതിൽ മുട്ടുകയാണ്. ആരെങ്കിലും എന്റെ ശബ്ദം വാതിൽ തുറന്നാൽ, ഹൃദയ കവാടം തുറന്നാൽ യേശു രക്ഷിപ്പാൻ മതിയായവരായി ഹൃദയവാതിൽ മുട്ടുകയാണ്. സമയം തള്ളിക്കാതെ, കാലം പാഴാക്കാതെ, സമയങ്ങളെ തള്ളിക്കളയാതെ, നാളേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ കണ്ടവനെ കണ്ടുമുട്ടു. ഇപ്പോഴാ രക്ഷാ ദിവസം. ഇപ്പോൾ യേശു ഹൃദയം ഓർപ്പിക്കൂ, രക്ഷിപ്പാൻ മതിയായ ദൈവമാണ്. കേൾക്കൂ, ഇവിടെ വായിച്ച വാക്യം ഇങ്ങനെയാണ്, ഒരിക്കൽ മരിക്കും. മരണം തിരികെയല്ല, ചെറിയ എന്തെങ്കിലും മരണങ്ങളെല്ലാം തിരികെയാ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. ഇതാ എപ്പിക്കുള്ളിൽ തേറി അടിയെ ചിന്തിക്കുന്നത്. ഈ കുഞ്ഞെ അല്ല, മരണം അവസാനിക്കുകയല്ല, മരണം ജീവിതത്തിന്റെ ആരംഭം കുടിക്കുകയാണ്. നിത്യത്തിന്റെ ആരംഭം കുടിക്കുന്ന ഘട്ടമാണ് മരണം. ഒന്ന് ശ്രദ്ധിക്കൂ. അങ്ങനെ ഈ ആയുസ് ചുരുക്കമാ. ബൈബിളിൽ വായിക്കുന്ന ആയുഷ്കാലം 70 സംവത്സരം, ഏറെ 80. അത് പ്രധാന പ്രയാസോത്രേ, അത് വേഗം തീരും. നിങ്ങൾ പറന്നു പോകും. അപ്പൊ ഈ 70-80 വർഷക്കാലങ്ങൾ ഈ ഭൂപരപ്പിൽ ആക്കിയിരിക്കുന്ന ലക്ഷ്യം എന്താ? വരുംകാല നിത്യതയിൽ എന്ത് തെരഞ്ഞെടുക്കും അറിയാൻ വേണ്ടിയാ ഭൂമിയിലാക്കിയേക്കുന്നേ. ഈ ചുരുങ്ങിയ 70-80 വർഷക്കാലം നമ്മെ ഭൂമിയിലായിരിക്കുമ്പോൾ വരുംകാല നിത്യത ഏതായിരിക്കണം? സ്വർഗമായിരിക്കണമോ, നരകമായിരിക്കണമോ, ക്രിസ്തു ആയിരിക്കണമോ, ബലിയായിരിക്കണമോ, ദൈവമായിരിക്കണമോ, പിതാവായിരിക്കണമോ, സ്വർഗമായിരിക്കണമോ, നരകമായിരിക്കണമോ? അത് തെരഞ്ഞെടുപ്പോഴാണ് കേട്ടോ. ഈ സന്ധ്യാവേളയിൽ പീലാത്തോസ് ചോദിച്ച ചോദ്യങ്ങളെ അവതരിപ്പിക്കുന്നു. യേശുവിനെ മുമ്പ് നിർത്തിക്കൊണ്ട് പീലാത്തോസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെ വേണം, യേശുവിനെയോ അതോ ബറബ്ബാസിനെയോ? പറഞ്ഞാൽ അന്നത്തെ യഹൂദന്മാർ ഏറ്റുമാറി, ഞാൻ യേശുവിനെ വേണ്ട, ബറബ്ബാസിനെ മതി. ഫലം കേട്ടുകൊണ്ടാണ് എന്താ പറഞ്ഞു വാചകമുണ്ട്. ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കുന്ന ഘട്ടമൊന്നുണ്ടാകും. അന്ന് മലകളിലേക്കും കുതിരകൾ ഓടി പറയും, മതമല്ല കുതിരകളെ മറപ്പീൻ, പർവ്വതങ്ങൾ മൂടുമെന്ന് പറഞ്ഞ് നിർമ്മിക്കുന്ന കാലം വരാൻ പോകയാ. മരണം കൊതിക്കും, മരണം വിട്ട് ഓടിപ്പോകും. മരിക്കാൻ കൊതിക്കും, മരണം കാണുകയില്ല. ഈ പകൽക്കാലം പറയട്ടെ, എന്റെ പ്രിയ സഹോദര, ദൈവത്തിന് കോപ ദിവസം വരും മുമ്പ് യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുക. ബറബ്ബാസിനെ അല്ല, ലോകസ്നേഹമല്ല, പാവമല്ല, മദ്യപാനമല്ല, പുകവലിയല്ല, മയക്കുമരുന്നല്ല, ലോകത്തിന്റെ ആഭിചാരമന്ത്രമല്ല, ക്രിസ്തുവിനെ പിൻപറ്റാൻ തയ്യാറാകുക. ക്രിസ്തു രക്ഷിപ്പാൻ മതിയായവനായി, രോഗത്തെ സൗഖ്യമാക്കുവാൻ, പാവത്തെ വിടുതൽ നൽകുവാൻ, സമാധാനം നൽകുവാൻ ക്രിസ്തു മതിയായവനായി സമീപം നിൽക്കുന്നുണ്ട്. അവരെ തള്ളരുത് കേട്ടോ, അവരെ നിഷേധിക്കരുത്. അവരെ വേണ്ട, ബറബ്ബാസിനെ മതി എന്ന് അന്നത്തെ യഹൂദ ജാതി ഏറ്റുപാടി. പലരും നിങ്ങൾക്കറിയാം, 70 റോമൻ സൈനികർ കടന്നു വന്നു, ദേവാലയം തകർത്തു പൊടിച്ചു, അടിസ്ഥാനികളാക്കി മറിച്ചു, യഹൂദന്മാരെ വെട്ടിക്കൊന്നു. 70 ലക്ഷം യഹൂദന്മാർ ഒറ്റ ദിവസം വീഴപ്പെട്ടു.
സത്യം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദര, യേശുവിനെ നിഷേധിക്കരുത്. അവരെ കൈക്കൊണ്ട് ഏവർക്കും ദൈവങ്ങൾ അധികാരം തന്നിരിക്കുകയാണ്. സമാധാനം നൽകുവാൻ മതിയായവനാണ്. ആ കാൽവിൽ നോക്കിക്കൊണ്ട് പറയും, കർത്താവേ എനിക്ക് വേണ്ടി അധികാരമായി മാറി എന്നെ പാപം മോചിക്കുവാൻ, സമാധാനം നൽകുവാൻ, സ്വസ്ഥ നൽകുവാനാണ് എനിക്ക് യാഗമായി മാറിയത്. ഞാൻ വേണ്ടി ജീവിക്കാന്ന് പറയാൻ ഉണ്ടോ? 13-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ചരിത്രത്തിൽ സംഭവമുണ്ട്. ആ സംഭവം ഒരു നിമിഷം ഞാൻ വരച്ചു കാണിക്കട്ടെ. ആ കാലത്തെ, യേശുവിന്റെ കാലത്തെ ഏറ്റവും നീചനായ കൊലപാതകനായിരുന്ന, കുലക്കുന്നത് പിടിച്ച് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് ബർബാസ്. പക്ഷേ പീലാത്തോസ് ചോദിച്ചു, ഉത്സവം തോറും ഒരു വ്യക്തി വിട്ടു പതിവുണ്ടല്ലോ, നിങ്ങൾക്ക് ആരെ വേണം? യേശുവിനെ വേണമോ ബർബാസിനെ വേണമോ? യേശുവിനെ വിടുവിപ്പാൻ ആഗ്രഹിച്ച പീലാത്തോസ് ചോദിച്ചതെങ്കിലും യഹൂദാജാതി പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, ഞങ്ങൾ ബർബാസിനെ മതി. യേശു പീലാത്തോസ് വീട്ടിൽ ചോദിച്ചു, അവന്റെ തെറ്റത്ത് അവനെ അറിയണ്ട, അവനെ ഘോഷിക്ക്, അവനെ ഘോഷിക്ക്, അവനെ ഞങ്ങൾക്ക് വേണ്ട. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവം വേണ്ട, മരണം മതി, ദിവ്യത വേണ്ട, നരകം മതി, സമാധാനം വേണ്ട, അസതുഷ്ടി മതി, മദ്യപാനം മതി, പുകവലി മതി, ലോകസ്നേഹം മതി. കുഞ്ഞെ പാവം പാവി കിടക്കുക. അതിനെ കീഴമർത്തണം. ഈ സന്ധ്യവൻ വിളിച്ചു പറ, കർത്താവേ എനിക്ക് ബർബാസിനെ വേണ്ട, യേശുവിനെ മതി. പറയാൻ നേരാകാമോ? വിട്ടുവെപ്പാൻ ദൈവം ശക്തനാ, വേഗം വരട്ടെ. പീലാത്തോസ് ചോദിച്ചു, അവന്റെ ഉത്തരവെന്ന മറുപടി അത് ഞങ്ങൾക്കറിയണ്ട, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക, ബർബാസിനെ മതി. അങ്ങനെ യഹൂദന്മാർ പീഡി സമ്പാദിപ്പാൻ ആഗ്രഹിച്ച പീലാത്തോസ് ബർബാസിനെ വിട്ടുകൊടുത്തു, യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. പിടിവിക്കപ്പെട്ട ബർബാസിന്റെ അടുക്കൽ പടയാളി ഓടി. ബർബാസ് കിടക്കുന്ന തടവറയുടെ മുറി തുറന്നു. നീ വിടുവിക്കപ്പെട്ടു, നീ വിടുവിക്കപ്പെട്ടു, നീ വിടുവിക്കപ്പെട്ടു. ബർബാസ് പറഞ്ഞ, എങ്ങനെ ഞാൻ വിടുവിക്കപ്പെട്ടെന്നോ? നാളത്തെ ദിവസം കഴിഞ്ഞാൽ ഞാൻ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടി തിരിച്ചിരിക്കുക. എന്റെ തടവ് തമ്പ കണ്ടില്ലേ, എന്റെ ശിക്ഷാപത്ര പേപ്പർ കണ്ടില്ലേ? ഞാൻ ക്രൂശിക്കപ്പെടേണ്ടവനാണ്, ഞാൻ മരിക്കേണ്ടവനാണ്, ഞാൻ മരിക്കുകയും വിധിച്ചിരിക്കുകയാണ്. എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയില്ല. പടയാളിമാർ നല്ല ബർബാസ് വിടുവിക്കപ്പെട്ടു. കൈ ചൂണ്ടിയിട്ട് എന്റെ ചാക്കിനെ അടിക്കട്ടെ, ഈ കോട്ട് തടവുകാര കോട്ട് മാറ്, ഈ കുപ്പായം ധരിക്കൂ. ബർബാസ് വീണ്ടും ചോദിച്ചു, അതെങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ സംഭവിച്ചു? പടയാളി പറഞ്ഞ്, അറിഞ്ഞില്ലേ? നാടകം നല്ല ചെയ്ത്, പാപികൾ സമാധാനം ഘോഷിച്ച്, രോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ വിടുവിച്ച്, നാടകം നന്മ ചെയ്ത് യേശുവിനെ ഘോഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു. നിന്നെ വിടുവിപ്പാനായി വിടുവിച്ചിരിക്കുന്നു. വിടുവിക്കപ്പെട്ട ബർബാസ് നേരെ ഒരു കാൽവരി കുലമരത്തിലേക്കാണ്. യോസേഫ് പറഞ്ഞിരിക്കുകയാണ്, ബർബാസ് നിലവിളിച്ചുകൊണ്ടാണ് ക്രൂശിലേക്ക് ഓടി, കാൽവരിയിലേക്ക് ഓടിയത്. കാൽവരിക്കുന്നിലേക്ക് ഓടി 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 ക്രൂശിൽ അടിക്കുമ്പോൾ നിലവിളിക്കുക തുടങ്ങി, യേശുവേ നീ മരിക്കരുത്, ഞാൻ അനുമരിക്കുന്ന പാപി, ഞാൻ അനുമരിക്കുന്ന പാപി, നീ മരിക്കരുത്, നീ നിഷ്കളങ്കനാണ്, നീ നിർദോഷനാണ്, നീ നിരപരാധിയാണ്, നീ സ്വർഗ്ഗത്തിൽ ഉന്നതനാണ്, പാപം ചെയ്തിട്ടില്ലാത്തവനാണ്, പാപം അറിയാത്തവനാണ്, പാപം ഒട്ടുമില്ലാത്തവനാണ്, നീ മരിക്കരുത്. ബർബാസ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ക്രൂശിലേക്ക് ചെല്ലുമ്പോൾ 3 ക്രൂശുകൾ, നടുവിൽ കിടക്കുന്ന ഉയർന്ന കുരിശിലേക്ക് കണ്ണു പതിച്ചു. മനസ്സിലായി, ആ വ്യക്തിയാണ് ക്രിസ്തു. കാരണം ഇടത്തുപുറത്തിരുന്ന വ്യക്തിയുടെ മുഖത്ത് പരിഭവങ്ങളും പരിഭ്രാന്തിയും ഇറങ്ങുമ്പോൾ അവന്റെ മുഖത്ത് പ്രകാശം ദൈവത്തിന്റെ പ്രകാശമാണ്. ആ പ്രവാസം ഓടിച്ചെന്നു, യേശുവിന്റെ കാൽപ്പാദം കെട്ടിപ്പിടിച്ചു, അലറി കരഞ്ഞു, യേശുവേ നീ മരിക്കരുത്, ഞാൻ മരിച്ചുകൊള്ളാം. യോസേഫ് ഇങ്ങനെയാണ്. യേശുവിന്റെ ക്രൂശിൽ നിന്ന്, യേശുവിന്റെ കാൽപാദങ്ങളിൽ നിന്നും യേശുവിന്റെ ഒടിയ രക്തം കൊണ്ട് ബർബാസ് സമൂലം കഴുകപ്പെട്ടു. യേശുവിന്റെ രക്തം ബർബാസിനെ മൂടി. ബർബാസ് വീണ്ടും പറഞ്ഞു, യേശുവേ നീ മരിക്കരുത്, ഞാൻ മരിച്ചുകൊള്ളാം. ക്രൂശിൽ യേശുവിന്റെ കാൽപാദം കെട്ടിപ്പുറന്നു നിൽക്കുന്ന ബർബാസ് പറഞ്ഞു, യേശുവേ നീ മരിക്കരുത്. അപ്പോൾ കേൾക്കവൻ ശബ്ദം, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ബർബാസ് മനസ്സിലായി, എനിക്ക് വേണ്ടി കരയുന്ന, എനിക്ക് വേണ്ടി പരിശോധന ചെയ്യുന്ന ഒരു യേശു, എനിക്ക് വേണ്ടി പരിശോധന യേശു, എന്റെ പാപത്തെ മോചിക്കുവാൻ വേണ്ടി മരിക്കുന്ന യേശു. ബർബാസ് വീണ്ടും പറഞ്ഞു, ഗുരു യേശുവേ നീ മരിക്കരുത്, ഞാൻ മരിച്ചുകൊള്ളാം, ഞാൻ മരിക്കാം. അപ്പൊ കേൾക്കവൻ ശബ്ദം, പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. ബർബാസിന്റെ അന്ത്യസ്വരം നിങ്ങൾ കേൾക്കൂ.
യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ, എനിക്ക് പകരം നീ മരിച്ചെങ്കിൽ ജീവിക്കുന്നത് ഞാൻ നിനക്കായി ജീവിച്ചു കൊള്ളാം. യേശുവേ, എനിക്ക് പകരം നീ മരിച്ചെങ്കിൽ ഇനി ജീവിക്കുന്നത് ഞാൻ നിനക്ക് പകരമായി ജീവിച്ചു കൊള്ളാം. കേൾക്കൂ, അങ്ങനെ മിഷണറിയായി മാറിയെന്നാണ് യോസേഫ് എഴുതിയിരിക്കുന്നത്. കുഞ്ഞെ, ഈ സന്ധ്യവിളിലേക്ക് തപ്പിയതേ, നിങ്ങൾ ധരിക്കേണ്ടവരല്ല, നിങ്ങൾ നശിക്കേണ്ടവരല്ല, കുടുംബം താഴേണ്ടതല്ല, സമാധാനം അനുഭവിക്കേണ്ടവരാണ്, അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്. നിങ്ങൾ നശിക്കുന്നുവെങ്കിൽ ഇനി ക്രിസ്തു ഉത്തരവാദിയല്ല. ക്രിസ്തു നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞു. ഇനി അവരെ കൈക്കൊണ്ട് ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുക. നിങ്ങൾ ഏറ്റെടുക്കൂ. യേശുവേ, എനിക്ക് അങ്ങേ വേണം, എനിക്ക് അങ്ങേ വേണം, എനിക്ക് അങ്ങേ വേണം. അങ്ങേക്ക് വേണ്ടി ജീവിക്കുക. പാപങ്ങളെ ഏറ്റുപറയുന്നു. നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറയുന്നുവെങ്കിൽ സകലത്തെ മോചിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ വേണം. അവിശ്വസ്തനും നീതിമാനുമാണ് അവൻ. പുത്ര യേശുവിന്റെ രക്തം പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കുഞ്ഞേ. നിന്റെ പാപങ്ങൾ രക്താംബരം കഴിച്ചോന്നായിപ്പാൽ അത് ഹിംപോലെ വെളുപ്പിക്കുവാൻ യേശുവിന്റെ രക്തം മതിയായത്. യേശുവിന്റെ രക്തം മോചിക്കാൻ കഴിയാത്ത ജീവന്റെ ഒരു പാപവുമില്ല. എല്ലാ പാപങ്ങളും രക്തം മോചിക്കപ്പെടും കേട്ടോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, മനസാക്ഷിയിൽ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ? എന്റെ പാപം മോചിക്കലിന് അപ്പുറമാണ്, എന്റെ അകൃത്യങ്ങൾ അതികരമാണ്, അത് ചുമടുപോലെ എനിക്ക് എത്തിപ്പിടിച്ചിരിക്കുകയാണ്, സമാധാനം കെട്ടി കളയുകയാണ്. നീ ചിന്തിക്കുന്നുണ്ടോ? നീ രക്ഷിപ്പാൻ ആർ കയ്യിൽ ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് രാത്രി യേശു വിളിച്ചു പറയുന്നു, സഹോദര വരിക, രക്ഷിപ്പാൻ ഞാൻ മതിയായവനാ. നിന്റെ കാൽപാത എന്റെ മുറിവ് നിന്നെ വിടുവാൻ മതിയായതാണ്, എന്റെ വിലാപ്രത മുറിവ് നിന്നെ രക്ഷിപ്പാൻ മതിയായതാണ്. നീ രോഗിയാണോ? സമാധാനമില്ലയോ? സമാധാനം രോഗിയാണോ? സൗഖ്യം ദൈവശങ്കരൻ. ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, ഒരിക്കൽ മരിക്കും, മരിക്കും. പാട്ടുകാരൻ പാടി, ഒരിക്കലേ വരും മരിക്കും നിശ്ചയം, ഒരുങ്ങുകെ വരും മരിപ്പാൻ. ഒരിക്കലേ വരും മരിക്കും നിശ്ചയം, ഒരുങ്ങുകെ വരും മരിപ്പാൻ. പാടുവാൻ സമയമില്ല. ഒരു കാര്യം നിശ്ചയം, ജനിച്ചിട്ടുണ്ടോ? മരിക്കും. മരണശേഷം ന്യായവിധിയുണ്ട്, അത് മറക്കരുത്. ഒന്നാമത്തെ ന്യായവിധി മനസ്സായിട്ട് ന്യായവിധിയാ. കേൾക്കൂ, മനസാക്ഷി എന്നൊന്നും പൂച്ചയ്ക്കില്ല. പൂച്ച എലിയെ പിടിച്ച് അതിന്റെ കാര്യം കുറുത്തു കൂട്ട കുത്തി ഇറക്കുമ്പോൾ എലിയുടെ ഞരങ്ങക്കം പൂച്ചയ്ക്ക് ഒരു വിഷയമല്ല. ഒരു പരുന്ന് കോഴിക്കുഞ്ഞിനെ കൊത്തി കാരുമ്പോൾ ആ കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ പരുന്ന് വിഷയമല്ല. പക്ഷെ മനുഷ്യന് മനസാക്ഷി എന്നും ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വരമാണ്, ഒരു അനുഭവമാണ് മനസാക്ഷി. ഏത് വ്യക്തി മനസാക്ഷി കുറ്റപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം മനസാക്ഷി പാപങ്ങളെ മോചിക്കുവാൻ യേശു രക്തം മതിയായതാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ വിരാമം കുറിക്കട്ടെ. കുഞ്ഞെ, മനസാക്ഷിനെ വേദനിപ്പിക്കുന്നുവെങ്കിൽ ആ യേശുവിലേക്ക് കടന്നില്ലോ. നിന്റെ പാപത്തിന് പകരമായി നീ മരിക്കുവാൻ മറ്റൊന്നില്ല. ഒരിക്കൽ മരിക്കുകയും ന്യായവിധിയും മനുഷ്യൻ നിയോഗിച്ചിരിക്കുന്നു. മറ്റൊരു രക്ഷയില്ല. എന്തൊക്കെ ചെയ്താലും പാപശാന്തി പ്രാപിക്കുകയില്ല. കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നേർച്ചകാഴ്ചകൾക്കോ മറ്റൊന്നിനും തന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഒറ്റ കാര്യം മാത്രം ചെയ്യൂ, അവരെ കൈക്കൊണ്ട് ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കൈക്കൊള്ളൂ. യേശുവേ, എന്തിനേക്കാൾ ജീവിക്കാം, എന്റെ പാപം ക്ഷമിക്കണമേ, സമാധാനം നൽകണമേ. ഈ നിമിഷം മുതൽ, ഈ 20 അവസാന ദിവസം മുതൽ ഞാൻ അങ്ങേക്ക് ജീവിക്കാം. ഇതിൽ ഓരോ നിമിഷങ്ങളും അങ്ങേ പ്രസാദിപ്പിച്ച് അങ്ങേക്ക് ജീവിച്ചോളെന്ന് പറയാൻ തയ്യാറുണ്ടോ? രക്ഷിപ്പാൻ മതിയായവരാണ്. ഒരിക്കലും ഓർപ്പിക്കട്ടെ, സക്കായി ഒരു മനുഷ്യൻ, അവനോടി അവൻ യേശുവിനെ ഒന്ന് അറിയണം, യേശുവിനെ കാണണം. യേശുവിനെ കാണുവാൻ വെമ്പൽകൊണ്ട് സക്കായി മുമ്പോട്ട് ഓടി അത്തിമേൽ കയറിയിരുന്നു. യേശു അത്തിയുടെ കീഴിൽ വന്നു. മേലോട്ട് പിടിച്ച സക്കായി ഇറങ്ങി വാ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാണ്. കുഞ്ഞെ, നിനക്ക് യേശുവിനെ കാണാൻ മതിയായിരിക്കും. പക്ഷെ യേശുവിനെ വീട്ടിൽ പാർക്കാൻ പോകുക, നീ പാർക്കാൻ പോകുക, നീ ജീവിതത്തിൽ കടന്നു വരാൻ പോകുക. ആര് കൈക്കൊള്ളും? ആരും വാതിൽ തുറന്നു കൊടുക്കും. യേശു വിളിക്കുന്നു, ഞാൻ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് അത്താഴം കഴിക്കും. കുഞ്ഞെ, ദൈവത്തിന്റെ പെട്ടകം ഓവേദന് വീട്ടിൽ വന്നപ്പോൾ അവർ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, യേശു കർത്താവ് കാരാഗ്രഹ വീട്ടിലെത്തിയപ്പോൾ അവർ വീടൊക്കെ മാറ്റിച്ചെങ്കിൽ, കുഞ്ഞെ, നീ സമാധാനം നഷ്ടപ്പെട്ട ജീവിതത്തിൽ നിന്നും മദ്യപാനം മൂലം, മയക്കുമരുന്നിന്റെ ആസക്തി മൂലം സമാധാനം നഷ്ടപ്പെട്ട, നിന്റെ പണം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, കുടുംബ കലഹങ്ങളും വേദനകളും കലഹങ്ങളും കടന്നു വന്നുവെങ്കിൽ ഈ രാത്രികാർ ഈ ബൈബിൾ യേശു പറയുന്നു, കുഞ്ഞെ,
അധ്വാനിച്ച് ഉണ്ടാകുന്ന പണം സന്ദേശാപ്പിലും കളഞ്ഞിട്ട് അവിടെ കടന്നു വ്യക്തിയെ നോക്കൂ. എന്തുണ്ട് സമാധാനം? കുടുംബത്തിന് സ്വസ്ഥതയുണ്ടോ? അവന് സ്വസ്ഥതയുണ്ടോ? സദൃശവാക്യ ഞാൻ സലോമനൊരു വാചകമുണ്ട്. ആർക്ക് കലകം, ആർക്ക് കഷ്ടം, ആർക്ക് അന്വേപ്പ്, ആർക്ക് അനാവശ്യമായ മുറിവുകൾ. കേൾക്കൂ, നമ്മാരവരുടെ മധ്യത്തിൽ പോകുന്നവർക്കും നേരെ വൈകി വീട്ടിൽ എത്താതിരിക്കുന്നവർക്കും തന്നെ എന്റെ കുഞ്ഞെ നിന്റെ കുടുംബ സമാധാനം അനുഭവിക്കട്ടെ. ഇത്രയും സമാധാനം കണ്ടത് കണ്ടില്ല. നിന്റെ പണത്തിനോ അധ്വാന ഫലങ്ങൾക്കോ സമാധാനം കഴിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ സന്ധ്യവേളയിൽ യേശു വിളിക്കുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. ലോകം തരുന്ന പോലെയല്ല. ലോകത്തിൽ സമാധാനം നിങ്ങൾക്ക് തരാം. ഈ രാത്രി സന്ധ്യവേളയിൽ യേശുവിനെ കേൾക്കുന്ന ആരുണ്ട്? ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, ഭവനങ്ങളിലോ ഉൾവറികളിലോ വഴിയോരങ്ങളിലോ വഴിയൊക്കെ നിന്നുകൊണ്ടായിരിക്കാം നിങ്ങൾ ശബ്ദം ശ്രമിക്കുന്നത്. നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിന്നുകൊണ്ട് ഇരിപ്പിരുന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ? നിന്റെ കാണുന്ന സ്വർഗമുണ്ട്. നീ രോഗിയാണോ? നീ അറിയുന്ന ദൈവമുണ്ട്. നിന്നെ സൗഖ്യമാക്കാൻ കഴിയും. യേശുവിന്റെ പാപം രക്ഷിക്കുന്നു, രോഗിയെ സൗഖ്യമാക്കുന്നു. ഈ രാത്രി വയ്യവേളയിൽ നിന്റെ രോഗം ഏതായാലും ഏത് രോഗമായും സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാണ്. ഒരുപാട് നീ പ്രാർത്ഥിക്കൂ, കർത്താവേ എന്റെ പാപം ക്ഷമിക്കണം, എനിക്ക് വേണ്ടി യാഗമായി മാറിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണം, സമാധാനമാകണം. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? എനിക്ക് ഒരുപാട് മതിയായവനാണ്. ഞങ്ങൾ തൽക്കാലം വാക്യവിനാമം കൊടുക്കട്ടെ.